പറഞ്ഞാലോ? ഈ സ്വിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇതിവിടെ വെച്ചാ മതി കേട്ടോ. മായ, ലീവ് ഹർ അലോൺ. ഞാനിത് കാണിച്ചു കൊടുക്കല്ലേ. മഞ്ജുവിനെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് നോക്കിക്കുന്ന കാര്യം അങ്കിളിനോട് സംസാരിച്ചോ? ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കൺസൈൻമെന്റും ക്യാച്ചും 16-20 ഒക്കെ ആയിരുന്നു സബ്ജക്ട്. ഒരു പിടിയും കിട്ടിയില്ല. ആൻഡ് എവരിബഡി വാണ്ട്സ് മീ ടു ടേക്ക് ഡിസിഷൻസ്. ഒന്ന് ഓർത്ത് നോക്കിയേ. മെയിൻ ഇഷ്യൂ ഇതൊന്നുമല്ല. എൽസി ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അത്രേ. എൽസിയോ? ഏതെൽസി? ഏതെൽസി അല്ല, ഇത് ബാങ്കിന്റെ എന്തോ കുണ്ടാമണ്ടിയാ. 8 കൊല്ലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് 18 തികയും. പിന്നല്ല എനിക്ക് ചെയ്യാലോ. അതെ, നിനക്ക് വേഗം 18 ആവണേന്നാ എന്റെ പ്രാർത്ഥന. നിങ്ങൾ ആരെങ്കിലും വീട്ടിനകത്ത് വന്നിരിക്കും മക്കളെ. കുഞ്ഞുമിക്ക് തനിച്ച് അടുക്കളയിൽ നിൽക്കാൻ പേടിയാവണം. ആ പുന്നൂസിനെയും കാണാനില്ലല്ലോ. മായമോളെ, ചായ എടുത്ത് കൊച്ചിന് കൊടുക്കും. എന്റെ ക്ലാരയുടെ കാര്യം എന്തായി മോളെ? സോറി, അക്കാര്യം അങ്കിളിനോട് പറയാൻ മറന്നുപോയി കുഞ്ഞമ്മേ. ഇനി ആരോടും പറയേണ്ട കാര്യമില്ല. കുഞ്ഞ് തന്നെ അങ്ങോട്ട് നിയമിച്ചാ പോരെ. അവള് അസലായിട്ട് ടൈപ്പ് ചെയ്യും. വയസ്സ് 10-21 ആയില്ലേ. ആ ഓണം കേറാൻ മൂലയിൽ നിന്ന എന്റെ കുഞ്ഞങ്ങ് മോരടിച്ചു പോവും. അതുകൊണ്ടാ ചായയോട് കഴിഞ്ഞാൽ മക്കളങ്ങോട്ട് വന്നോളോട്ടാ. കുഞ്ഞമ്മയ്ക്ക് വെറുതെ പേടിയാവാ. എന്താണെന്ന് അറിയില്ല എന്റെ കർത്താവേ. മായ, 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 ഏയ് മായ, എന്ത് പറ്റി? എന്തിനാ കരയണത്? ഇതെന്താ? ആരും ഉറങ്ങിയില്ലേ? ഇവള് കിടന്ന് കരയാ. എന്തിനാ? ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട കരയണോ? എന്തൊക്കെയോ കണ്ടു. നമ്മളെല്ലാവരും ദൂരെ ഏതോ ഒരു സ്ഥലത്ത് പിക്നിക്കിന് പോകുന്നതും മമ്മയും ഡാഡിയായിട്ട് കളിക്കുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ. ഉറങ്ങിക്കോ. വേണ്ടാത്തതൊക്കെ ഓർമ്മിച്ച് കിടന്നിട്ടാ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി. ഞാൻ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്തേതെന്ന് അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാലിന്റെ മുട്ട് ഞാൻ ഒടിക്കും. അഹങ്കാരി. പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിക്കണം. നിലക്കില്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കയറിയിരിക്കുന്നത്? മിണ്ടി പോறது നീ. ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചി എന്നെ തിരക്കിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചീത്ത വിളിക്കല്ല, നിന്നെ കൊല്ലുക വേണ്ടത്. ആരാ കുഞ്ഞമ്മേ? അല്ല, ഞങ്ങളെ വീട്ടിലോരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കായിരുന്നു മോളെ. ചവിട്ടുള്ള ഒരു പശുവിനോട് എന്റെ 2ാമത്തെ മോൻ പറയാ നിന്നെ കൊല്ലുക വേണ്ടേന്ന്. അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. മോൾക്ക് ഓർമ്മയില്ലേ ക്ലാരെ? കുഞ്ഞമ്മയുടെ മോളാണോ? ആ, 7 കൊല്ലം മുമ്പ് അവളിവിടെ ക്രിസ്മസിന് വന്നിരുന്നു. ആ, ഓർമ്മയുണ്ട്. ആളങ്ങ് വലുതായല്ലോ. നീയോ ഒത്തിരി പൊക്കം വെച്ചു. നീയോ? ഇതാരാന്നണ്ട് നിന്റെ വിചാരം? ചെമ്മീൻ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളി ഈ കുട്ടി. മനസ്സിലായ? കാര്യാക്കണ്ട കുഞ്ഞെ. ഇവള് വിവരദോഷിയാ, എന്നാലും നല്ല ബുദ്ധിയാ. എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല. എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയാ. പിന്നെ ഭയങ്കര അനുസരണശീലിയാ. അഹങ്കാരില്ല, ധിക്കാരില്ല. ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും. മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും. ഞാൻ നോക്കട്ടെ. അയ്യോ, നോക്കിയേ പോരാ, ശരിയാക്കണം. കുറഞ്ഞതൊരു 2000 രൂപ ശമ്പളം കൊടുക്കണം. അയ്യോ അമ്മച്ചി, അതിന് മാത്രമുള്ള. നീയും മിണ്ടാതിരിക്കരി. മീര കുഞ്ഞ് തരാൻ തയ്യാറാണല്ലോ. പിന്നെ നീ എന്തിനു വേണ്ടാന്നേക്കുന്നത്? അല്ല കുഞ്ഞെ? അതെ. കമ്പനിയിലെ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായാവും. മഞ്ജു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും. അതിന് പ്രത്യേക ശമ്പളമൊന്നും വേണമെന്നില്ല. എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു. ആ, എനിക്ക് കോളേജിലേക്ക് വൈകി. എന്റെ ഡ്രസ്സ് എവിടെ തേച്ചു വെച്ചത്? തേച്ചില്ല, ഇപ്പൊ കൊണ്ടുവരാം. മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം. നിന്നെ കുറിച്ചേ ഇതിൽ കൂടുതൽ നുണ പറയാനൊന്നും എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കെ, കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, കേറി പൊടിയകത്ത്.
യെസ്. നോ. വാട്ട്? യെസ്. ഹു ആർ യു? വേല ഇറക്കണ്ട. വീട്ടിൽ ചെന്നപ്പോ 5 മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ടൗൺ ബസ്സിന് കാത്തു നിന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക. ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. തൊണ്ട പൊട്ടുമാറ് പുതിയ എം ഡി നീണാൾ വാഴട്ടെ എന്ന് വിളിച്ചട്ട കസച്ച ഞങ്ങളെ ഒരുമാതിരി വടിയാക്കരുത്. ഇത് കോളേജാണ്. കോളേജൊക്കെ ഞാനും കുറെ കണ്ടതാ. എന്താ മീര, ആരെയാള്? അത് ഞാൻ ആരാണെന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കിയ പോരെ. കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങൾ 5 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്താ. ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ. അതിപ്പോ ഞാൻ നാളെ ഫാക്ടറിയിൽ വരുമ്പോ. ഫാക്ടറിയിൽ വരണ്ട, തൽക്കാലം ഇവിടെ ഒപ്പിട്ടാ മതി. എന്താ മീര പ്രശ്നം? ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കാണോ? ബ്ലാക്ക്മെയിൽ ചെയ്താൽ താൻ എന്ത് ചെയ്യും? ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന നിൽക്കുന്ന പൂവാലന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ. അടിച്ചു മുക്കിന് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഒപ്പിടം ഡി. തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ. നേരം പോകുന്നു. ഞാൻ കുര്യനങ്ങളുടെ ഫോൺ ചെയ്ത്. ആ കളി വേണ്ട. ഒപ്പിടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. താങ്ക് യു. ഒന്ന് മറിയ. വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന 4 അക്ഷരം പഠിക്കാൻ നോക്കു വച്ചേ. എന്തേ തന്നോടും കൂടിയാ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ് അങ്കിൾ. അല്ല, എന്താ മീരയുടെ ഉദ്ദേശം? എന്താ അങ്കിൾ? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ. എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത്? ഇന്നത്തെ ചുറ്റുപാടിൽ അയാളെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത്? അത് അങ്കിൾ അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ബഹളം ഉണ്ടാക്കിയ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം. രേഖാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന്. അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം, അറിയാമോ? ഇനി എന്താ ചെയ്യാ അങ്കിൾ? ഞാൻ ഒരു കണക്കിന് ആ കടലാസ് വാങ്ങിച്ച് കീറി കളഞ്ഞു. അപ്പൊ അയാൾ ഇനിയും കോളേജിലേക്ക് വരുമോ? ഞാൻ പറഞ്ഞു വരട്ടിയിട്ടുണ്ട്. ഇനി അഥവാ വന്നാൽ തന്നെ കുട്ടിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങുക. പ്രസിഡൻസിയിൽ ഒരു ഡിന്നറുണ്ട്. ഇനി ഇത്തരം മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത്. എവിടെ മറ്റു രണ്ടുപേരും? മഞ്ജുമോൾ ഉറങ്ങി, മായ പഠിക്കുക. തനിക്കൊന്നും പഠിക്കാല്ലേ? ഞാൻ പഠിച്ചു അങ്കിൾ. ശരി. അങ്കിൾ വാ. അങ്കിൾ, ഇത് കുഞ്ഞമ്മയുടെ മോളാണ്. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി. അവള് നന്നായിട്ട് ടൈപ്പ് ചെയ്യും. എന്റെ മോളായതുകൊണ്ട് പറയല്ല. അവള് കാലെടുത്ത് വെക്കുന്നോട്ട് നല്ല ഐശ്വര്യ. എന്താ കുട്ടി വിചാരിക്കുന്നത്? ഫാക്ടറിക്കാരും പിള്ളേർ കളിയാണെന്ന്? അല്ല, കുഞ്ഞമ്മ പറഞ്ഞപ്പോ. ഏതു കുഞ്ഞമ്മ പറഞ്ഞാലും ശരി, ഇനി കുറെ നാളത്തേക്ക് ഒറ്റ ആളിനെ അവിടെ വേണ്ട. ഉള്ളവരെ തന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ. കുഞ്ഞമ്മേ. കേട്ടു. ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരായിട്ട് വെക്കുന്നത്? കുട്ടിക്ക് ഇവിടെ ഒരു അധികാരമില്ലേ? കുഞ്ഞമ്മേ, ഒരു 8 കൊല്ലം കഴിഞ്ഞോട്ടെ, പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം. അതുവരെ ഞാൻ വിളി കൊണ്ട് എവിടെ പോവും? നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ? മോൾ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ഇനി മോളോട് ഞാനോട് സത്യം പറയട്ടെ. എന്താ കുഞ്ഞമ്മേ? ഇവിടെ നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പാ. മോൾ ഇതാരോടും പറയരുത്. ഇല്ല. ഇവളവിടെ പല കുലുമാലുണ്ടായിക്കൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. ഒരു മുസ്ലിം ചെക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോകണമെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയാ? നാട്ടിലാകെ പ്രശ്നങ്ങളാ. എന്തായാലും ഇപ്പൊ അവളവിടെ നിന്ന് ഇറക്കി വിടരുത്. എന്റെ പൊന്നും കൂടെ അല്ലേ. കുഞ്ഞമ്മ സമാധാനിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. അയ്യോ, ഞാനോ? അമ്മച്ചി ചുമ്മാ പറയുന്നതാ. സ്വന്തം മോളെ പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ? അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. ലവ് അഫെയർ ഇല്ലാത്തതാണോ? ഏതോ ഒരു മുസ്ലിം പോയാൽ? ആ, അതാ ഞാൻ പറയാൻ വന്നേ. സത്യം കേൾക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്, അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനമെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് വേണം. ആ, നോക്കുമ്പോഴെന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട.
കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷ്റഫ് എന്നോട് പറയാ, ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്, സ്കൂൾ ഷെഡിന്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ. ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും. അഷ്റഫ് മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല. അടിപിടിയും ബഹളം ഒന്നും പറയണ്ട, ഞാനിങ്ങ് പോന്നു. കുഞ്ഞു പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ, അല്ലേ? അത് അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ. കുഞ്ഞിന് എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ. തീരില്ല. അത് മതി, ഇപ്പോഴെനിക്ക് സമാധാനമായത്.